പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ആത്മബോധത്തെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കാം. കാരണം അനേകം ആളുകളുടെ ഒരു സംശയമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ അല്ലെങ്കിൽ ഒരു ചൈതന്യമുണ്ടോ എന്നുള്ളത്. ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ചും ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏതൊക്കെ തലങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അവൻ്റെ ഉള്ളിലെ എനർജി ബോഡിയെ പറ്റിയും അതുപോലെ തന്നെ കോൺഷ്യസ് ആയിരിക്കുന്ന തലങ്ങളെപ്പറ്റിയും ഒക്കെ ശാസ്ത്രം ഇന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള കൂടുതൽ പരീക്ഷണങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും എല്ലാം വിദേശ രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതായത് ശരിക്കും ആത്മീയതയുടെ കേന്ദ്രമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്. പക്ഷേങ്കിൽ ഇന്ന് ആത്മീയതയെപ്പറ്റി ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുകയും അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പൗരാണിക ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ആത്മീയത എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ വരുന്ന ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരം പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന മറ്റൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏതാണ്ട് 3 തലങ്ങളിലായിട്ടുള്ള എൻറ്റിറ്റിയാണ്. ശരിക്കും യോഗശാസ്ത്രത്തിൽ ഇത് 5 തലങ്ങളായിട്ടാണ്, 5 കോശങ്ങളായിട്ടാണ് പറയുന്നത്. അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, അതിൻ്റെ ഉള്ളിലായിട്ട് ആനന്ദമയ കോശത്തെയാണ് പറയുന്നത്. ആനന്ദമയ കോശമായിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ആത്മബോധം അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും പുറം പരിധിയിൽ ഫിസിക്കലായിട്ടിരിക്കുന്ന നമ്മുടെ ഭൗതിക ശരീരത്തെയാണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുക. ഏതാണ്ട് 90% ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ മാത്രമാണ്. അപ്പോൾ കാരണം ബാക്കിയെല്ലാം സൂക്ഷ്മമാണ്, ഇത് മാത്രമേ സ്ഥൂലാവസ്ഥയിൽ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ പഞ്ചഭൂതങ്ങളിലൂടെ ഉത്ഭൂതമായിരിക്കുന്ന സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയാണ്. ഇനി ആ ഫിസിക്കൽ ബോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾക്ക് ഈ ഫിസിക്കൽ ബോഡിയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രാണശരീരമുണ്ട്. അതായത് നമ്മുടെ ഒരു എനർജി ബോഡിയുണ്ട്, നമ്മുടെ വൈറ്റൽ ബോഡി. അപ്പോൾ ആ ഒരു എനർജി ബോഡി അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ എനർജി ബോഡി നമ്മുടെ പ്രാണനായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തെ ഇവിടെ ജൈവികമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ജീവൻ്റെ വാഹനമാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രാണന്റെ തലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെയാണ്. കൂടുതൽ ആളുകൾക്കും ഈ പ്രാണനെ പോലും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഊർജ്ജ ശരീരത്തെ പറ്റി പോലും അറിവില്ല. ഊർജ്ജ ശരീരത്തെ പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീപ്പറായിട്ട് പഠിക്കേണ്ട ഒരു സംഗതികളാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്, അല്ലെങ്കിൽ മാനസിക തലങ്ങളെയാണ്. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളെയാണ് നമ്മൾ മനസ്സായിട്ട് കരുതുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ യോഗശാസ്ത്രത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 തത്വങ്ങളെയാണ് മനസ്സായിട്ട് പറയുന്നത്, മനോമയ കോശമായിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാഥമിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്. ഇപ്പോൾ മനസ്സിനെ പറ്റിയും ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന നമ്മുടെ എനർജി ബോഡിയുണ്ട്, അല്ലെങ്കിൽ ഊർജ്ജം നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു ബോഡിയുമുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നമ്മുടെ ഈ എല്ലാ ശാരീരിക, മാനസിക, വൈകാരിക പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്ന, നിർഗുണമായിട്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്ന് വിളിക്കുന്നത്. അതായത് ആത്മബോധം എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു നിർഗുണമായിരിക്കുന്ന എൻറ്റിറ്റിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ പ്രപഞ്ച ബോധ മനസ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് കോൺഷ്യസ്നസ്സും എനർജിയുമാണ്. കാരണം ഇവിടെ നമുക്കറിയാം, നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എനർജി വേൾഡാണ്. അപ്പോൾ ഈ എനർജി വേൾഡ്, ഈ എനർജി എങ്ങനെ ഒരു മാറ്റമായി പരിണമിക്കുന്നു, അല്ലെങ്കിൽ എനർജി എങ്ങനെ ഒരു ഫോമിലായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്നസ് കൂടെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധം, അഖണ്ഡമായ ബോധം കൂടെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ അഖണ്ഡമായ ബോധത്തിൻ്റെ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മബോധം എന്ന് പറയുന്നത്. കാരണം
ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങുന്നതാണ് നമ്മളുടെ ഈ പിണ്ടാണ്ടം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ വിശ്വപ്രപഞ്ചം, അതായത് പ്രപഞ്ചം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഈ മുഴുവൻ വിശ്വം ഉൾക്കൊള്ളുന്ന ആ വിശ്വത്തെ ഉൾക്കൊള്ളുന്ന ആ വിശ്വപ്രപഞ്ചത്തെയാണ് ഞാൻ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതായത് ആ വിശ്വബോധത്തെയാണ് പ്രപഞ്ചം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വിശ്വബോധമായിരിക്കുന്ന അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ഒരു പ്രപഞ്ച ബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രധാനമായിട്ട് ആ ഒരു കോൺഷ്യസ്നെസ്സും ആ ഒരു എനർജിയും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവന് ഇവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ എല്ലാ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓൾറെഡി അറിയുന്ന ഒരു തലമാണ് നമ്മുടെ ബോധതലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബോധത്തെ വികാസം പ്രാപിപ്പിക്കുവാനായിട്ട് ആചാര്യന്മാരൊക്കെ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ മൂലാധാരത്തിൽ, നമ്മുടെ ബേസിലിരിക്കുന്ന ആ ഒരു ശക്തിവിശേഷത്തെ, കുണ്ടലിനി ശക്തിവിശേഷത്തെ അവിടെ നിന്ന് ഉണർത്തിയെടുത്ത് നമ്മുടെ ഷഡാധാര ചക്രങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ബോധത്തിലേക്ക് അതിനെ വിന്യസിപ്പിച്ച് ആ ബോധത്തെ കൂടുതൽ വികാസം പ്രാപിച്ചുകൊണ്ട് അഖണ്ഡമായ ബോധവുമായി അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്സുമായിട്ട് അതിനെ സംയോജിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ബോധം എത്രമാത്രം വികാസം പ്രാപിക്കുന്നോ അത്രമാത്രം ഒരു വ്യക്തി ഉയർന്ന തലത്തിലേക്ക് പരിവർത്തനം ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആത്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ബോധത്തെ തന്നെയാണ്. ആ ബോധം നിർഗുണമായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ബോധത്തിന് എല്ലാ അറിവുകളും അന്തർലീനമാണ്. അതായത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ വിശ്വപ്രപഞ്ചം ഉണ്ടായ സമയം മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഒരു ബോധത്തിൽ അന്തർലീനമാണ്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഈ പ്രപഞ്ചം എത്ര കാലം മുന്നോട്ട് ചലിക്കുമോ അത്രയും കാലം നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ബോധത്തിൽ അന്തർലീനമാണ്. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ഈ ബോധത്തിന് സ്ഥലകാല പരിമിതികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്ഥലമോ ടൈം ആൻഡ് സ്പേസിൻ്റെ ഒരു പരിമിതികൾ ഈ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻസ് നമ്മുടെ ഈ ബോധത്തിൽ അന്തർലീനമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബോധത്തെ വികാസം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെയും അതുപോലെ തന്നെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെ പറ്റിയും വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ വ്യക്തമായ ധാരണകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ESP, അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനെ ബോധം വികാസം പ്രാപിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ ആത്മബോധം കൂടുതൽ വികാസം പ്രാപിക്കുമ്പോഴാണ് ESP ഒക്കെ വർക്ക് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് നമുക്ക് നേടിത്തരുന്നതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് അറിയുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതുമെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മബോധം തന്നെയാണ്. ഇപ്പോൾ സയൻസിന് ആ ആത്മബോധം എന്ന് പറയുന്ന അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം സയൻസ് എപ്പോഴും ഓരോ കാര്യങ്ങളെയും കീറിമുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കാര്യത്തെപ്പറ്റി നിർവചിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മബോധത്തെയോ അല്ലെങ്കിൽ ഈ ആത്മാവിനെയോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉപകരണവും നമ്മുടെ സയൻസിനെ ഇതുവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ക്വാണ്ടം സയൻസിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ വലിയ പരീക്ഷണങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില ജേണലുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മാവുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന സമയത്ത് ആത്മാവ് വിട്ടുപോകുന്ന ഇതിനെപ്പറ്റി അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ജേണലുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പൗരാണിക ആചാര്യന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളോട് ഈ ഒരു കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുകയും ഈ ആത്മബോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ആത്മബോധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചബോധത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് നമുക്ക് വിശദമാക്കി തരികയും അങ്ങനെ ആ പ്രപഞ്ചബോധത്തെ നമ്മൾ കൂടുതൽ അടുത്തറിയാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആത്മബോധത്തെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പറ്റി എത്ര ശാസ്ത്രീയമായി പഠിച്ചാലും നമ്മുടെ മനസ്സിനെ പറ്റി എത്ര ശാസ്ത്രീയമായി പഠിച്ചാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നമ്മുടെ ആത്മബോധത്തെപ്പറ്റി അല്ലെങ്കിൽ ആത്മാവിനെ പറ്റി ഒരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇതെല്ലാം പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ്. ശാസ്ത്രത്തിന് ചെന്നെത്താൻ പറ്റിയിട്ടുള്ള പരിമിതമായ തലങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ അപരിമയമായ കാര്യങ്ങളെ അറിയാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇനിയും വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു ആത്മബോധത്തെ അറിയുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പൗരാണിക ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ടെക്നിക്കുകൾ യോഗയിലും തന്ത്രയിലും അതുപോലെ തന്നെ ബൈബിളിലും ഖുറാനിലും നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഒറ്റ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആത്മബോധത്തിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്.
അപ്പോൾ അതിന് സാധാരണഗതിയിൽ യോഗയിലൊക്കെ പറയുന്ന ഏറ്റവും പ്രാക്തനമായ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന്, അതായത് നമുക്കറിയാം നമ്മൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ഈ 5 ഇന്ദ്രിയങ്ങളും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബോധതലത്തെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് പ്രത്യാഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ ബോധതലത്തെ തിരിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ പരിപൂർണമായും നമ്മുടെ ഈ ആത്മബോധത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്. നമുക്ക് ഏറ്റവും നമ്മളെ ആ കാര്യങ്ങളിലേക്ക് ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട്, അല്ലെ മനസ്സിനെ നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ആത്മബോധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെന്ന് പറയുന്നത്. ആത്മത്തെ അറിയുന്ന എല്ലാ ആളുകളും ഇതേപോലെ മനസ്സിനെ നിർമ്മലമാക്കുന്ന വിദ്യകൾ പഠിച്ചവരാണ്. അതായത് ആത്മത്തെ അറിയാനായിട്ടുള്ള ഏറ്റവും ആത്മവിദ്യ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കാനുള്ള വിദ്യയാണ്. അപ്പോൾ മനസ്സിനെ നിർമ്മലമാക്കാനുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നു, ആ ചിന്തകൾ സാക്ഷിയായി തീരുന്നു, ആ ചിന്തകളെ കുറച്ച് കൊണ്ടുവന്ന് ഒരു നിമിഷത്തിൽ നമുക്ക് ആ ചിന്തകളില്ലാത്ത നിർമ്മലത്തിൻ്റെ ഒരു അവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു അവസ്ഥ നമ്മളിൽ സംജാതമാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ധ്യാനം സംഭവിക്കുകയും നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ആ ആത്മബോധത്തെ നമുക്ക് ഒരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെയും അതുപോലെ ഈ പ്രപഞ്ചം നമ്മളോട് പറയുന്ന കാര്യങ്ങളെയും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധയെ പിൻവലിച്ചുകൊണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്ന് എന്ന് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട്, ആ മനസ്സിൻ്റെ ഓരോ ചിന്തകളെയും നിരീക്ഷിച്ചുകൊണ്ട്, ആ മനസ്സിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ കുറച്ച് കൊണ്ടുവന്ന് മനസ്സിനും അപ്പുറം കടന്ന് നമ്മുടെ ആത്മബോധത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടും, അങ്ങനെ ആ ആത്മബോധത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തെ രഹസ്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലുന്ന വ്യക്തികളായി മാറുവാനായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധ്യാനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.